നമ്മൾ പൗരോഹിത്യത്തെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, ഈ പൗരോഹിത്യം നമ്മുടെ രക്ഷയ്ക്ക് അത്യാവശ്യമാണോ എന്നൊരു ചോദ്യം ചോദിക്കുന്നത് നല്ലതാണ്. അതോ ഇതൊരു ക്രമത്തിൻ്റെ ഭാഗമാണ്? ഒരു സഭയിലൊരു ക്രമമൊക്കെ വേണം, അതുകൊണ്ട് മാർപ്പാപ്പ, മെത്രാന്മാര്, വൈദികര് അത്രയേ ഉള്ളോ? അതോ ഇത് നമ്മുടെ ആത്മരക്ഷയുമായിട്ട് എന്തെങ്കിലും ബന്ധം സഭയിലെ ശുശ്രൂഷ സംവിധാനത്തിനുണ്ടോ? മാർപ്പാപ്പായുടെ പ്രബോധനങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇപ്പം എന്താ കുഴപ്പം? ഞാനും എൻ്റെ ഈശോയും കൂടെ അങ്ങ് വ്യക്തിപരമായിട്ട് ഒരു ബന്ധമൊക്കെ ഉണ്ടാക്കി അങ്ങ് സ്വർഗത്തിൽ പോയാൽ പോരെ എന്നൊക്കെയുള്ള ചോദ്യം ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഉയരാം. ഇപ്പോൾ മാധ്യമങ്ങൾ വല്ലാതെ ഇത്തരത്തിലുള്ള സെക്കുലർ ചിന്തകൾ പരത്തുന്നുമുണ്ട്. സഭയിലെ ശുശ്രൂഷ സംവിധാനത്തെ കേവലം ഭൗതികമായ ഒരു അധികാര സംവിധാനമായി അവതരിപ്പിച്ച് ഇതെല്ലാം നമ്മളെ ഞെരുക്കുന്നതാണ്, സമ്മർദ്ദത്തിലാക്കുന്നതാണ്, നമ്മളെ അടക്കി ഭരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ അടക്കി ഭരിക്കുന്നതിനെയെല്ലാം തിരസ്കരിക്കണം. അധികാരത്തെ തിരസ്കരിക്കുക ആവേശമുണർത്തുന്ന ഒരു കാര്യമാണ്. അധികാരികളെ തോൽപ്പിക്കുക അതിലേറെ ആവേശമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ മെത്രാനും വൈദികനും അല്ലെങ്കിൽ മാർപ്പാപ്പായും ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാര് അവര് നമ്മുടെ സഭയിൽ ഒരു ക്രമം സൂക്ഷിക്കാൻ വേണ്ടി മാത്രം ദൈവം നിയോഗിച്ചിരിക്കുന്നതാണ്, അല്ലാതെ നമ്മുടെ രക്ഷയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല എന്ന് ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നിയേക്കാം. പ്രിയപ്പെട്ടവരെ, സഭ എന്താണെന്ന് മനസ്സിലാക്കിയാലേ ഈ പൗരോഹിത്യം എന്താണ്, പൗരോഹിത്യം ഭാഗമായിരിക്കുന്ന സഭയുടെ ശുശ്രൂഷ സംവിധാനം എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. സഭ എന്താണെന്നുള്ളതിന്റെ ഏറ്റവും മനോഹരമായ നിർവചനം പൗലോസ്ലീഹ തന്നെ നൽകുന്നുണ്ട്. സഭ മിശിഹായുടെ മൗതിക ശരീരമാണ് എന്ന് വെച്ചാൽ, പന്തക്കുസ്താ ദിനത്തിൽ കർത്താവ് പുതിയൊരു ശരീരം സ്വീകരിക്കുകയാണ്. എന്താണത്? സഭയാകുന്ന ശരീരം. അതുകൊണ്ടാണ് നമ്മൾ സഭയെ കർത്താവിന്റെ മൗതിക ശരീരം എന്ന് പറയുന്നത്. നമ്മൾ കർത്താവിന്റെ ജീവിതത്തിലെ ആ 33 വർഷങ്ങളിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധയെ തിരിച്ച്, കർത്താവ് ജനിച്ചു, മരിച്ചു, ഉദ്ധാനം ചെയ്തു, സ്വർഗാരോഹണം ചെയ്തു, അവിടെ അങ്ങ് അവസാനിപ്പിക്കുകയാണെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് പൂർണ്ണമാകുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. കർത്താവ് പൂർണ്ണതയിലേക്ക് വരുന്നത് സഭയിലൂടെയാണ്. സഭ അവന്റെ പൂർണ്ണതയാണെന്ന് പൗലോസ്ലീഹ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഭ കർത്താവിന്റെ ശരീരമാണെന്ന് പറയുമ്പോൾ ഈ ശരീരത്തിന് ഒരു ശിരസ് വേണം. അതാരാണ് ശിരസ്? ഈശോയാണ്. ഈശോ മിശിഹായാണ് സഭയുടെ ശിരസ്. സഭ ശരീരമാണ്. നമ്മൾ പിന്നെ ആരാണ്? നമ്മളെല്ലാം ഈ ശരീരത്തിന്റെ അവയവങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മളൊരു കുഞ്ഞിനെ മാമോദീസ മുക്കാൻ കൊണ്ടുവരുമ്പം അവനെ നമ്മൾ സഭയാകുന്ന ഒരു സംഘടനയിൽ അംഗത്വം എടുക്കാനായിട്ട് കൊണ്ടുവരികയല്ല. ഒരു ക്ലബിൽ അംഗത്വം എടുക്കുന്നത് പോലെ ആ ലാഘവത്തോടെ മാമോദീസ മുക്കാനായിട്ട് കൊണ്ടുവരരുത്. കാരണം എന്താണ്? അവൻ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ കർത്താവിന്റെ ശരീരമായി മാറുകയാണ്. അതുകൊണ്ടാണ് മാമോദീസ വേളയിൽ തന്നെ നമ്മൾ കുഞ്ഞിന് കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കാനായിട്ട് നൽകുന്നത്. ഞാൻ കർത്താവിന്റെ ശരീരം സ്വീകരിക്കുന്നതിന്റെ കാരണം ഞാൻ കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ അടിസ്ഥാന ബോധ്യമില്ലെങ്കിൽ നമുക്കൊരിക്കലും ഈ സഭയെ മനസ്സിലാക്കാനാവില്ല. സഭയെ ഒരു സംഘടനയായിട്ടോ ഒരു ആൾക്കൂട്ടമായിട്ടോ അല്ലെങ്കിൽ ഒരു ക്ലബായിട്ടോ ഒക്കെ കാണുന്നവർ ഒത്തിരിയുണ്ട്. സഭയെ ഒരു ജനാധിപത്യമായിട്ട് കാണുന്നവരുണ്ട്. അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ സഭയാകുന്ന രഹസ്യത്തെ നമുക്ക് മനസ്സിലാക്കാനാവില്ല. അപ്പോൾ നമ്മൾ കണ്ടു, ഈശോ സഭയുടെ ശിരസ്സാണ്, സഭ ഈശോയുടെ ശരീരമാണ്, നമ്മൾ അവയവങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഈ ശരീരത്തിനും അവയവങ്ങൾക്കും ഒക്കെ നിലനിൽക്കണമെങ്കിൽ എന്തു വേണം? നമ്മൾ പറയും നമ്മുടെ അസ്ഥികളാണ് നമ്മളെ നിലനിർത്തുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അസ്ഥികൾ എന്നെ സഹായിക്കുന്നത് കൊണ്ടാണ്. അസ്ഥികളോടൊന്നും നമുക്ക് വലിയ മതിപ്പും ഒന്നുമില്ല. അസ്ഥികൂടമെന്നൊക്കെ പറയുന്നത് നമ്മൾ പരിഹസിക്കാൻ പറയുന്നതാണെങ്കിൽ ഈ സംഭവം ഇല്ലെങ്കിലേ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുകയില്ല, നമുക്ക് നടക്കാൻ പറ്റുകയില്ല. അപ്പൊ നമ്മുടെ ശാരീരികമായ അസ്തിത്വത്തിൽ അസ്ഥികൾ പോലെയാണ് ഹയറാർക്കി, അതായത് ശുശ്രൂഷ സംവിധാനം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഈ മാർപ്പാപ്പായെ മെത്രാന്മാരും ഒന്നും
ഒരു സുപ്രഭാതത്തിൽ അവർ തന്നെ മാർപ്പാപ്പായും മെത്രാന്മാരുമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടതല്ല. പത്രോസിനെ കർത്താവ് തിരഞ്ഞെടുത്തിട്ട് പറയുകയാണ്, പത്രോസേ, നീ പാറയാണ്, നിന്നിൽ ഞാൻ എൻ്റെ സഭയെ സ്ഥാപിക്കുമെന്ന് പറഞ്ഞ് പത്രോസിനെ കർത്താവ് ഈ ശുശ്രൂഷ സംവിധാനത്തിന്റെ തലപ്പത്ത് നിർത്തി തൻ്റെ ദൃശ്യനായ പ്രതിനിധിയായിട്ട് കർത്താവ് പത്രോസിനെ മാറ്റുകയാണ്. അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായി മെത്രാന്മാര് വന്നു. മെത്രാന്മാര് അവരുടെ അജപാഠന അധികാരം വൈദികർക്ക് നൽകുകയാണ് പ്രാതിനിധ്യ സ്വഭാവത്തോടെ. ഈശോയുടെ വികാരിയാകുന്നു പത്രോസ് എന്ന് പറയുമ്പോൾ, മാർപ്പാപ്പ എന്ന് പറയുമ്പോൾ മെത്രാന്റെ വികാരിമാരായിട്ട് വൈദികര് ശുശ്രൂഷ ചെയ്യുകയാണ്. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഈ കർത്താവ് ആരെങ്കിലും ഒരാളെ തലപ്പത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അയാളുടെ ദൗത്യം എന്താണ്? ഐക്യത്തിന്റെ അടയാളമായിട്ട് മാറുക. റോമായിലെ മാർപ്പാപ്പയാണ്. മാർപ്പാപ്പയെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സഭയെ വ്യത്യസ്തമാക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. നമ്മുടെ സീറോ മലബാർ സഭയെ ഒരു വ്യക്തിസഭയായി ഒന്നിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പാണ്. അദ്ദേഹമാണ് ഐക്യത്തിന്റെ പ്രതീകമായി കർത്താവ് നിയോഗിച്ചിരിക്കുന്നത്. ഒരു രൂപതയുടെ ഐക്യത്തിന്റെ അടയാളം ആ രൂപതയുടെ മെത്രാനാണ്. ഒരു ഇടവകയുടെ ഐക്യത്തിന്റെ അടയാളമായിട്ടാണ് വൈദികന്റെ ദൗത്യം അവിടെ നൽകപ്പെടുക. ഈ കൂട്ടായ്മയുടെ അനുഭവത്തിലാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. നമ്മൾ രക്ഷയിലേക്ക് കടന്നു വരണമെങ്കിൽ കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് സഭയിലൂടെ മാത്രമാണ് നമുക്ക് രക്ഷയിലേക്ക് കടന്നു വരാൻ സാധിക്കുക. സഭയിൽ അംഗത്വം എടുത്തത് കൊണ്ട് മാത്രമായില്ല. സഭയിലെ ഈ ശുശ്രൂഷ സംവിധാനത്തെ ഞാൻ അംഗീകരിക്കുകയും ആ സംവിധാനത്തിലൂടെ എനിക്ക് പരികർമ്മം ചെയ്ത് കിട്ടുന്ന കൂദാശകൾ ഞാൻ സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് എനിക്ക് രക്ഷയുടെ അനുഭവം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ രക്ഷയിലേക്ക് കടന്നു വരുന്നില്ല. അതുകൊണ്ടാണ് രക്ഷയ്ക്ക് ഈ ശുശ്രൂഷ സംവിധാനത്തെ അംഗീകരിക്കുന്നത് ആവശ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യമാണ്. കാരണം കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് ഈ ശുശ്രൂഷ സംവിധാനത്തിലൂടെയാണ് കൂദാശകൾ പരികർമ്മം ചെയ്യപ്പെട്ട് കിട്ടുക. കൂദാശകൾ പരികർമ്മം ചെയ്യപ്പെട്ട് ലഭിക്കുന്നില്ലെങ്കിൽ നമുക്ക് രക്ഷയുടെ അനുഭവമില്ല. അവിടെയാണ് പൗരോഹിത്യം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് മാറുന്നത്. പുരോഹിതരില്ലാത്ത സഭാ സമൂഹങ്ങളിൽ കൂദാശകൾ പരികർമ്മം ചെയ്യപ്പെടുന്നില്ല. അങ്ങനെ ഒത്തിരി സഭാ സമൂഹങ്ങൾ ദുർബലപ്പെടുന്നതും നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങളിൽ പത്രോസിനെ സഭയെ ഭരമേൽപ്പിച്ചിട്ട് പറയുന്നുണ്ട്, സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ വഴി. പത്രോസാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി. ആ താക്കോല് പത്രോസിൻ്റെയിലാണ് കൊടുത്തിരിക്കുന്നത് പറയുമ്പോൾ ഈ സഭയാണ് രക്ഷയിലേക്കുള്ള വഴി. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. നമ്മുടെ സഭയ്ക്ക് നമ്മുടെ കർത്താവ് നൽകിയിരിക്കുന്ന 3 അധികാരങ്ങൾ: 1 പാപങ്ങൾ മോചിക്കാനാണ്, 2 പ്രബോധനം നൽകാനാണ്, 3 സഭയെ ഐക്യത്തിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈ 3 കാര്യങ്ങളിലൂടെയാണ് നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത്. അവനോട് ഐക്യപ്പെട്ടിരിക്കുന്നതിലൂടെ, പാപമോചനം സ്വീകരിക്കുന്നതിലൂടെ, ശരിയായ പ്രബോധനം സ്വീകരിക്കുന്നതിലൂടെ. അതുകൊണ്ട് ഈശോയെ ഇഷ്ടമുള്ളതുപോലെ നമുക്ക് തോന്നിയതുപോലെ അനുകരിച്ചാൽ പോരാ. കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്ന രീതിയിൽ കർത്താവിൻ്റെ പ്രബോധനം അനുസരിച്ച് ജീവിക്കുകയും കർത്താവ് സഭയ്ക്ക് നൽകിയ ശുശ്രൂഷ സംവിധാനത്തെ അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ ഈശോ മതി, സഭ വേണ്ട എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരുമ്പോൾ അവർ സഭയെ മനസ്സിലാക്കിയിരിക്കുന്നത് ഈശോയ്ക്ക് പുറത്തുള്ള എന്തോ സംവിധാനമാണ് സഭ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. സഭ ഈശോയുടെ തുടർച്ചയാണ്, ഈശോയുടെ ശരീരമാണ്. ഇന്ന് നിനക്ക് എവിടെ ഈശോയെ കണ്ടെത്താൻ പറ്റും? ധൈര്യമായിട്ട് നമുക്ക് പറയാം, സഭയിലാണ് കർത്താവ് ഇന്ന് ജീവിക്കുന്നത്. നിന്റെ നാവിലലിയുന്ന ഒരു കുഞ്ഞപ്പമായി, നിനക്ക് സ്പർശിക്കാവുന്ന ഒരു കുഞ്ഞപ്പമായി നിന്റെ കർത്താവ് ഇന്ന് നിന്നിലേക്ക് കടന്നു വരുന്നത് ഈ സഭയിലാണ്.
അതോടൊപ്പം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നവരുടെ മനോഭാവങ്ങളും കർത്താവ് പറയുന്നുണ്ട്. അത് ദാസന്മാരുടെ മനോഭാവമായിരിക്കണം. ഒരു വൈദികനും ജനത്തിന്റെ മേൽ ആധിപത്യത്തിനൊന്നും അവകാശമില്ല. മറിച്ച് അവരുടെ ശുശ്രൂഷയ്ക്കായിട്ടാണ് പൗരോഹിത്യം അവർക്ക് നൽകപ്പെട്ടിരിക്കുക. പുരോഹിതന് അധികാരമുള്ളത് സാത്താന്റെ മേലാണ്, ജനത്തിന്റെ മേലല്ല എന്ന് പറയാറുണ്ട്. സാത്താന്റെ സാമ്രാജ്യത്തിന്റെ മേലാണ് പുരോഹിതന് അധികാരമുള്ളത്. പുരോഹിതൻ കൂദാശകൾ പരികർമ്മം ചെയ്യുമ്പോൾ സാത്താന്റെ സാമ്രാജ്യം തകരുകയാണ്. ജനങ്ങളുടെ മേലുള്ള അധികാരമല്ല, അത് ഭൗതികമായ അധികാരമാണ്. അതുകൊണ്ടാണ് സഭയൊരു ജനാധിപത്യമല്ല എന്ന് പറയുന്നത്. ജനാധിപത്യത്തിൽ അധികാരം ജനങ്ങളിൽ നിന്നാണ് കടന്നു വരിക. സഭയില് ഒരു പുരോഹിതന് അധികാരം, ആത്മീയമായ അധികാരം ലഭിക്കുന്നത് സഭയിൽ നിന്നാണ്, കൈവെപ്പിലൂടെയാണ് ലഭിക്കുന്നത്. അത് മുകളിൽ നിന്ന് ലഭിക്കുന്നതാണ്, താഴെ എന്നുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഓരോ വൈദികനും ആ തുറവി ഉണ്ടാവണം. തനിക്ക് കൈവെപ്പ് കിട്ടിയ ആ വഴികളോട് ഐക്യമുണ്ടാവണം, തുറവി ഉണ്ടാവണം. അതിനെ നിഷേധിച്ചുകൊണ്ട് സഭാ കൂട്ടായ്മയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരിക്കലും ഒരു പുരോഹിതന് തന്റെ ദൗത്യങ്ങൾ നിറവേറ്റാനാവില്ല. അങ്ങനെ അയാൾ ദൗത്യം നിറവേറ്റുന്നുണ്ടെങ്കിൽ അതൊരിക്കലും കർത്താവിന്റെ കൃപയുള്ള ശുശ്രൂഷകളാവില്ല. അത് കേവലം അനുഷ്ഠാനങ്ങളോ ഒക്കെയാവാം, അത്രമാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ വൈദികരും സഭാ ശുശ്രൂഷകരും എല്ലാം കൂടുതൽ എളിമയോടെ കൂട്ടായ്മയുടെ ശുശ്രൂഷകരായി മാറേണ്ടതാണ്. ആരെയും ശപിക്കാൻ ഒരു വൈദികന് അവകാശമില്ല. ആരെയും കൂട്ടായ്മയിൽ നിന്ന് മാറ്റി നിർത്താൻ ഒരു വൈദികന് അവകാശമില്ല. പുറത്തു നിൽക്കുന്നവനും അരികുകളിലുള്ളവനും എല്ലാം പുരോഹിതന്റെ സവിശേഷമായ കരുണയും ശ്രദ്ധയും അർഹിക്കുന്നവരാണ്. അവരെയെല്ലാം ചേർത്ത് പിടിക്കാൻ, അവരെയെല്ലാം ഈ ദിവ്യകാരുണ്യത്തിലേക്ക് അടുപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ വൈദികനും എന്നുള്ള ഒരു വലിയ ബോധ്യം കൂടി നമുക്കുണ്ടാവണം.